ഇന്നത്തെ ആധുനികത എല്ലാം യന്ത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഞാനതിൽ നിന്ന് പുറത്തല്ല, ഞാനൊരു വിശുദ്ധ പശുവും നിങ്ങളൊക്കെ അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ നമ്മളോട് ഷിയാബ്ക്ക സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു, എത്ര മണിക്ക് പോകണം. അപ്പം ഞാനെന്താ പറയുന്നത്, ഇവിടുന്ന് മെട്രോ ഉണ്ടല്ലോ, എനിക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. ഞാൻ ആശ്രയിക്കുന്നത് യന്ത്രങ്ങളെയാണ്. ഇപ്പോൾ മൊബൈലിൽ എത്ര ശതമാനം ചാർജുണ്ട്, നമ്മൾ ആദ്യം നോക്കുന്ന വിഷയം. നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്പ് അത് ലെനോവയുടേതാണോ അല്ല ആപ്പിളിൻ്റെതാണോ സാംസങ്ങിൻ്റെതാണോ. നമുക്കൊരു ചില ബ്രാൻഡ് സെൻട്രങ്ങളുണ്ട്, അതിന് ബാറ്ററി ബാക്കപ്പ് ഇത്ര കൂടും, അതിന് ഫങ്ഷൻ ഇത്ര കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നതിൻ്റെ മനുഷ്യനെ റിലേ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവനും യാന്ത്രികമായ സാധനങ്ങളാണ്, സെൻസ് ഇല്ലാത്ത സാധനങ്ങളാണ്. മതവിശ്വാസികൾ പോലും. അപ്പോൾ ശരിക്കും ഞാൻ പറയേണ്ടത്, എനിക്ക് വൈകിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ അള്ള ഉണ്ട്, തവക്കൽത്തു അലല്ലാഹ് എന്നാണ്. ഇത് പറയേണ്ട ഞാൻ പോലും എന്താ പറയുന്നത്, എനിക്കിവിടെ മെട്രോ ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്, എനിക്ക് വിളിച്ച ആൾക്കാർ വരാൻ ഫോണുണ്ട് എന്നുള്ളതാണ്. ഈ മതവിശ്വാസികളെയും ആത്മീയവാദികളെയും പോലും സ്വാധീനിച്ചു ഈ പറയുന്ന ഈ യാന്ത്രിക ആധുനിക ബോധം എന്നുള്ളതാണ്. അതിനെ വിമർശിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, സമൂഹം വിമർശിക്കേണ്ട പലതിനെയും മുസ്ലിങ്ങൾ വിമർശിച്ചിട്ട് അതൊരു മുസ്ലിം ഇഷ്യൂ ആയി മാറിപ്പോയി ഇവിടെ. ചിലതിനെയൊക്കെ സമൂഹം തന്നെ തിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ലഹരി, എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ്,